ഹലോ, മത്തി വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ മത്തി ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളകും പെരുംജീരകവും കൂടെ ചതച്ചെടുത്തതാണ്. അല്ലെങ്കിൽ പൊടിയുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഇതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലവണ്ണം കൈകൊണ്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 8 മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഈ മത്തിയിലെല്ലാം നല്ല രീതിയിൽ ഈ മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മത്തിയെല്ലാം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. 2 സൈഡും അതുപോലെ തന്നെ വേവിച്ചെടുക്കുക. മീൻ ഇവിടെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കണം. ഒന്നെങ്കിൽ ഈ ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 6 ചെറിയുള്ളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വാട്ടി എടുത്താൽ മാത്രം മതി. ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റണ്ട. ഇനി മത്തി ഒരു സൈഡ് ആയതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിടാം. ഏകദേശം സവാള ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തി ഇവിടെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റി വെക്കാം. കോരി മാറ്റിയതിന് ശേഷം ബാക്കി വന്ന ഈ ഓയിലും മസാലയും കൂടെ നമുക്ക് ഈ വെന്ത് വന്നിരിക്കുന്ന സവാളയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ പൊടികളുടെ എല്ലാം പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു വാഴയില വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കുടംപുളി, അതായത് ചെറുതായിട്ടൊന്ന് കീറി, ഒരു കുടംപുളി എടുത്തിട്ട് 2ആയിട്ട് ചെറുതായിട്ട് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത കുടംപുളിയാണ്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 തക്കാളി, ചെറിയൊരു തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. വലിയ തക്കാളിയാണെങ്കിൽ 1 മതിയാവും. ഇനി അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി തക്കാളിയും ഈ സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴത്തേക്കും വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ കൈകൊണ്ട് തന്നെ തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു 3 ടേബിൾ സ്പൂണെങ്കിൽ അത് മാത്രം മതി. ഒത്തിരി തേങ്ങാപ്പാലൊന്നും ആവശ്യമായിട്ടില്ല. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലേക്ക് നമ്മൾ ഈ മസാല കുറച്ച് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മത്തി 4 എണ്ണമായിട്ടാണ് ഞാൻ ഒരു പൊതി ആക്കുന്നത്. അങ്ങനെ 2 പൊതി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ നമ്മുടെ ആ മസാലയൊന്ന് പരത്തി തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചരട് കൊണ്ട് കെട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഇതിങ്ങനെ മടക്കിയതിന് ശേഷം മിച്ചം വരുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നൂല് കൊണ്ട് കെട്ടേണ്ടി വരുന്നില്ല. ഇനി ഇത് നമുക്ക് ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും മൂടി തുറന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചിട്ടതിന് ശേഷവും വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി ഇത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മത്തി മാത്രമല്ല, നമുക്ക് അയിലയൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആ മൂടിയൊക്കെ തുറന്ന് നമ്മൾ കഴിക്കാൻ പോവാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനലും കൂടെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.